ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം പാകിസ്ഥാനിൽ വെച്ചാണ് 2025 അടുത്ത ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. 2013 ചാമ്പ്യന്മാരായതിനു ശേഷം ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധിക്കാത്ത ടീം ഇന്ത്യയെ സംബന്ധിച്ച് T20 വേൾഡ് കപ്പ് ഈ വർഷം കരസ്ഥമാക്കിയതിനാൽ തന്നെ ഫുൾ കോൺഫിഡൻസിൽ തന്നെയാണ് ഹിറ്റ്മാനും സംഘവും ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകാൻ പോകുന്നത്. ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കുമോ എന്ന കാര്യത്തിൽ നിലവിലും ദുരൂഹതകൾ തുടരുകയാണ്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി എന്തുകൊണ്ടിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകം തന്നെയാണ്. കാരണം 2013 ഇന്ത്യ അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചത്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ICCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് ചാമ്പ്യൻസ് ട്രോഫി. സോ ഈ വർഷത്തെ T20 വേൾഡ് കപ്പ് ജേതാക്കളായി ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഫുൾ കോൺഫിഡൻസിൽ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഒരുക്കങ്ങളും ഗൗതം ഗംഭീറിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ കുറിച്ച് വമ്പൻ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പറും IPLൽ RCBയുടെ താരവുമായിരുന്ന ദിനേശ് കാർത്തിക്. ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം നടക്കാനിരിക്കവേ ഇന്ത്യയുടെ ടീം കോമ്പിനേഷനെ കുറിച്ചാണ് ഇപ്പോൾ DK വ്യക്തമാക്കിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരായിരിക്കും. നമുക്കറിയാം ഹിറ്റ്മാനൊപ്പം ആരായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഓപ്പണിങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഒരുപാട് പേരുകളുണ്ട്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുണ്ട്, യശസ്വി ജയ്സ്വാൾ ഉണ്ട്, ഋതുരാജ് ഗേക്വാദിനും അഭിഷേക് ശർമ്മയ്ക്കും അധികം ചാൻസുകളില്ലെങ്കിൽ പോലും അവരെയും നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. സോ അങ്ങനെ ഉള്ളപ്പോഴാണ് ദിനേശ് കാർത്തികിൻ്റെ ആ ഒരു നിരീക്ഷണം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അപ്പോൾ അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പമുള്ള ഓപ്പണിംഗ് പങ്കാളി ആരായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ ആരായിരിക്കുമെന്നാണ് ഇന്ന് ക്രിക്ബസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ DK വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമായിരുന്നു നമുക്കറിയാം ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യ കളിച്ചത്. സോ അതിനുശേഷം ഇപ്പോൾ അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി വരാൻ പോവുകയാണ്. സോ അതിനാൽ തന്നെ അത്ര കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ചില 1-2 മാറ്റങ്ങൾ മാത്രമായിരിക്കും ഇന്ത്യയുടെ ടീമിൽ വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏകദിന ലോകകപ്പിൽ തടയപ്പെട്ട യശസ്വി ജയ്സ്വാളിന് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും നിരാശ തന്നെയായിരിക്കും ഫലം. ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ല് തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. വൈസ് ക്യാപ്റ്റന് പുറമെ നമുക്കറിയാം ഏകദിനത്തിൽ രോഹിത്തിനൊപ്പമുള്ള വളരെ മികച്ച ഓപ്പണിംഗ് സ്റ്റാറ്റുകളും ഗില്ലിന് തുണയാകും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ഗില്ല് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഓപ്പണിംഗ് പെയറായി ഹിറ്റ്മാനൊപ്പം ഇറങ്ങിയത്. സോ അതിനാൽ തന്നെ അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കവേ പെട്ടെന്നൊന്നും ആ ഒരു ജോഡിയിൽ ഇന്ത്യ മാറ്റങ്ങൾ വരുത്തിയേക്കില്ല. സോ പുതിയ പരിശീലകന് കീഴിലും ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻ ഗില്ല് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് പങ്കാളി എന്നാണ് ഇപ്പോൾ DK വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിതും ശുഭ്മാനും ഏകദിനത്തിൽ വളരെ മികച്ച ഓപ്പണിംഗ് കോമ്പിനേഷനാണ്. സോ അതിനാൽ തന്നെ ബാക്കപ്പ് ഓപ്പണറായി മാത്രമേ യശസ്വി ജയ്സ്വാളിന് അവസരം ലഭിക്കുകയുള്ളൂ. ശുഭ്മാൻ ഗില്ല് പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ജയ്സ്വാളിന് 11ലേക്കുള്ള സാധ്യത തെളിയൂ എന്നാണ് DK ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ മധ്യനിര ബാറ്റിംഗ് വളരെയധികം കരുത്തുറ്റതാണെന്നും DK പറയുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി ഒരേ ഒരു ഏകദിന പരമ്പര മാത്രമേ കളിക്കാനുള്ളൂ. നമുക്കറിയാം അടുത്ത മാസം ഇനി ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് T20 പരമ്പരകൾ ഇന്ത്യ കളിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസും ഇന്ത്യ കളിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അടുത്ത വർഷം ഇനി ഒരേ ഒരു ഏകദിന പരമ്പര മാത്രമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. അത് ഇംഗ്ലണ്ടിനെതിരെയാണ്. സോ അതിനാൽ തന്നെ ആ ഒരു സീരീസിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഗൗതം ഗംഭീർ മുതിരത്തില്ല. അതിനാൽ തന്നെ യശസ്വി ജയ്സ്വാളിന് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും നിരാശ തന്നെയായിരിക്കും ഫലം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.